ഹായ് ഓൾ വെൽക്കം ടു എജുലാൻഡ് ഫാമ. ഐ എം ആദിൽ. എജുലാൻഡ് ഫാമയിലെ പാത്തോഫിസിയോളജി ട്യൂട്ടറാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് വന്നിട്ടുള്ളത് 2024 ഒക്ടോബറിൽ നടന്നിട്ടുള്ള സെക്കൻഡ് സെമസ്റ്റർ പാത്തോഫിസിയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് വീഡിയോ ആയിട്ടാണ്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി നമ്മുടെ എജുലാൻഡ് ഫാമ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു എക്സാമിന് നമുക്ക് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാം, എങ്ങനെ ടൈം ബൗണ്ടായിട്ട് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാം, ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ മാർക്കിനനുസരിച്ച് എഴുതേണ്ടത്, എങ്ങനെ നമുക്കൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ഈ ഒക്ടോബർ 2024 പേപ്പർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കൃത്യമായി അവസാനം വരെ കേട്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2024 ഒക്ടോബറിൽ നടന്നിട്ടുള്ള പാത്തോഫിസിയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആണിത്. നമുക്കറിയാം, നമ്മളുടെ പാത്തോഫിസിയോളജി എന്നല്ല, നമ്മൾ എഴുതുന്ന എല്ലാ സബ്ജക്റ്റും 75 മാർക്സിന് കാരണം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് എസ് എ ക്വസ്റ്റ്യൻസ് ആവും. പിന്നെയുള്ള 7 ക്വസ്റ്റ്യൻസ് ഷോർട്ട്സ് നോട്ട്സ് ആയിരിക്കും 5 മാർക്സിൻ്റെ. പിന്നെയുള്ള 10 ക്വസ്റ്റ്യൻസ് 2 മാർക്സിൻ്റെ ബ്രീഫായിട്ട് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, കാരണം നിങ്ങൾ എക്സാമുകൾ മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ഏതൊക്കെ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. 2024 ഒക്ടോബറിലെ പേപ്പർ യൂണിറ്റ് 1ൽ നിന്ന് 10 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനും 5 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യനുമാണ് വന്നിട്ടുള്ളത്. അതേപോലെ യൂണിറ്റ് 2ൻ്റെ ഭാഗത്ത് നിന്ന് 5 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യനും 2 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യനുമാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 3ൻ്റെ 5 മാർക്സിൻ്റെ 3 ക്വസ്റ്റ്യൻസും 2 മാർക്സിന് 1 ക്വസ്റ്റ്യനുമാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 4ൽ നിന്ന് 10 മാർക്സിൻ്റെ 1 ക്വസ്റ്റ്യനും 2 മാർക്സിൻ്റെ 4 ക്വസ്റ്റ്യനുമാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 5ൽ നിന്ന് 2 മാർക്സിന് 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ആണ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം യൂണിറ്റ് 3 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ യൂണിറ്റ് 4ഉം യൂണിറ്റ് 1ൽ നിന്നൊക്കെ വളരെ മാക്സിമം മാർക്കുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. യൂണിറ്റ് 1ൽ തന്നെ ഏകദേശം ഒരു 20 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാ യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ആ ഒരു സിലബസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി പാത്തോജെനസിസ് ഓഫ് ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിൻ്റെ പാത്തോജെനസിസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടല്ലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താണ് ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി, അല്ലെങ്കിൽ ഫസ്റ്റ് എന്താണ് സെൽ ഇഞ്ചുറി എന്ന് നിങ്ങൾ എഴുതാം. വാട്ട് ഈസ് സെൽ ഇഞ്ചുറി എന്ന് എഴുതാം. എന്നിട്ട് എഴുതാം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ഇഞ്ചുറി, റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി, അതുപോലെ ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി. ഉണ്ടാവുന്ന സ്ട്രെസ് മൈൽഡ് ആൻഡ് മോഡറേറ്റ് ആണെങ്കിൽ അത് റിവേഴ്സിബിൾ ആയിരിക്കാം. ഉണ്ടാവുന്ന സ്ട്രെസ് വളരെ സിവിയർ ഫോം ആണെങ്കിൽ അത് ഇറിവേഴ്സിബിൾ ആയിരിക്കാം. ഈ ഒരു കാര്യം ആദ്യം എഴുതാം. ഓക്കെ, എന്നിട്ട് അതൊരു ഇൻട്രൊഡക്ഷൻ പോലെ, ഇതൊരു എസ് എ ആണല്ലോ. അപ്പോൾ എസ് എക്ക് എന്തൊക്കെ വേണം? ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ് വേണം, ഒരു കൺക്ലൂഷൻ വേണം, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയി. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗം, അതാണ് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിൻ്റെ പാത്തോജെനിസിസ് എന്താണെന്ന് എഴുതണം. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് അല്ലേ. കീ പാത്തോജനിക് ഇവൻസുകൾ ഉണ്ട്. മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാവും, കാൽസ്യം ഇൻഫ്ലക്സ് ഉണ്ടാവും, അതുപോലെ DNA ഡാമേജ് ഉണ്ടാവും. അങ്ങനെ റിക്കവറബിൾ ആവാത്ത രീതിയിൽ ആ സെല്ല് ഇഞ്ചേർഡ് ആവും. അതിനാണ് നമ്മൾ ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി എന്ന് പറയുന്നത്. അത് ഓരോന്നും സ്പെഷ്യൽ ഹെഡിങ് ആയിട്ട് ഓരോ ഹെഡിങ് വൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ആ ഓരോ ഹെഡിങ്ങും അണ്ടർലൈൻ ചെയ്യുക, അതിൻ്റെ താഴെ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക. അപ്പോൾ ഓരോ ഹെഡിങ്ങും നമ്മളവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, ഓരോ പാത്തോജനിക് ഇവൻസും. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്, സിമ്പിളായിട്ടുള്ളൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫ്ലോ ചാർട്ട് എഴുതുമ്പോൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ആരോമാർക്ക് പ്രോപ്പറായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ കറക്റ്റ് ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ മാക്സിമം മാർക്ക്, ഒരു 8 to 9 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ എത്തിയോളജി ആൻഡ് പാത്തോജനിസ് ഓഫ് ക്യാൻസർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ക്യാൻസർ ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഏതൊരു ഡിസീസ് നിങ്ങൾ ചോദിക്കുമ്പോഴും ആദ്യം ആ ഡിസീസ് എന്താണെന്ന് ഡെഫിനിഷൻ എഴുതണം. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെദർ ഇറ്റ്സ് എ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ 10 മാർക്ക് ക്വസ്റ്റ്യൻ, ഡിസീസ് ചോദിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്തായാലും എഴുതിയിരിക്കണം.
അതിന് അവിടെ മാർക്ക് ഉണ്ട്. ഇവിടെ അതിന്റെ ഡെഫിനിഷൻ 1 മാർക്കാണ്. അതുപോലെ എത്തിയോളജി എഴുതിയാൽ നിങ്ങൾക്ക് ഒരു 3 to 4 മാർക്ക് കിട്ടും. പാത്തോജനിക്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ക്യാൻസർ. നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വളരെ ത്രെഡ്ഫുൾ ആയിട്ടുള്ള ഡിസോർഡർ ആണ്. നമ്മുടെ നിയോപ്ലാസം ആണ് അവിടെ ഉണ്ടാവുക. സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അത് ക്യാൻസറസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എഴുതാം. അതേപോലെ തന്നെ നമുക്കറിയാം 2 ടൈപ്പ് ട്യൂമേഴ്സ് ഉണ്ട്, ബിനൈൻ ട്യൂമേഴ്സ് ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. ജസ്റ്റ് ഒന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം. എനി ടു അല്ലെങ്കിൽ എന്താണെന്ന് എഴുതിയാൽ മതി. ബിനൈൻ ട്യൂമർ എന്താ, മാലിഗ്നന്റ് ട്യൂമർ എന്താണെന്ന് എഴുതിയാലും മതി. ഇത് ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒരു 10 മാർക്ക് ക്വസ്റ്റൻ ആവുകൊണ്ട് നമ്മൾ എഴുതണമെന്ന് മാത്രം. പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതാം. എല്ലാ ക്ലാസിഫിക്കേഷനും എഴുതണമെന്നില്ല, ഏതെങ്കിലും ഒരു 2 ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി സൈറ്റ്. എവിടെയാണ് ക്യാൻസർ ഫോം ചെയ്തിട്ടുള്ളത്, ലങ് ക്യാൻസർ ആണോ, അതുപോലെ ബ്ലഡ് ക്യാൻസർ ആണോ, ത്രോട്ട് ക്യാൻസർ ആണോ, അങ്ങനെ. പിന്നെ വേറെ ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്റ്റേജ് ആവാം, സ്റ്റേജ് 1, സ്റ്റേജ് 2, അങ്ങനെ എഴുതാം. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് എത്തിയോളജി എഴുതാം, കോസ് എഴുതാം. നമുക്കറിയാം ഡിഫറെൻറ്റ് കോസ് ആണ് ക്യാൻസറിനുള്ളത്. അത് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാവും, കാർസിനോജൻസ് ഉണ്ടാവും, എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസ് ഉണ്ടാവാം, ഒക്യുപേഷണൽ എക്സ്പോഷേഴ്സ് ഉണ്ടാവാം, ഡ്രഗ്സ് കാരണമാവാം, അതുപോലെ ഫുഡ് കണ്ടാമിനൻസ് കാരണമാവാം. ഇത് കാരണമൊക്കെ ക്യാൻസർ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ആ എത്തിയോളജി പ്രോപ്പർ ആയിട്ട് എഴുതുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ഓരോന്നും നിങ്ങൾ ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് പാത്തോജനിസിസ് ആണ്. പാത്തോജനിസിസ് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് പാരഗ്രാഫിൽ എഴുതിയതിനു ശേഷം അത് ഫ്ലോ ചാർട്ട് രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ആദ്യം ഒരു നോർമൽ സെൽ ഉണ്ടാവും, അതിൽ DNA ഡാമേജ് സംഭവിക്കും. ഈ ഒരു എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാൻസറസ് കോസിറ്റീവ് ഒക്കെ കാരണം ഈ ഒരു നോർമൽ സെല്ല് DNA ഡാമേജ് സംഭവിച്ച് അതിൽ മ്യൂട്ടേഷൻസ് സംഭവിക്കും അല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഒരു ക്യാൻസർ നോർമൽ സെല്ല് ക്യാൻസർ സെല്ലായിട്ട് മാറുന്നത് എന്നുള്ളത് പാത്തോജനിസിസ് പ്രോപ്പർ ആയിട്ട് ഒരു ഫ്ലോ ചാർട്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് എഴുതുന്ന സമയത്ത് നിങ്ങളൊരു സ്ക്വയർ ആക്കി എഴുതുന്നത് നന്നായിരിക്കും. ഒരു സ്ക്വയർ രൂപത്തിൽ എഴുതുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ പേപ്പർ പ്രസന്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഒരു 10 മാർക്സിന് ക്യാൻസർ ചോദിച്ചതെന്ന് എഴുതേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക, എന്താണ് ക്യാൻസർ എന്ന് എഴുതുക, അതിന്റെ ബിനൈൻ ട്യൂമർ മാലിഗ്നന്റ് ട്യൂമർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക. ഏതെങ്കിലും ഒരു 2 or 3 ക്ലാസിഫിക്കേഷൻ എഴുതിയതിനു ശേഷം എത്തിയോളജി പ്രോപ്പർ ആയിട്ട് എഴുതുക. ഓക്കെ, കാരണം അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പാത്തോജനിസിസ് എഴുതുക, വൃത്തിയായിട്ട് എഴുതുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് അബൌട്ട് സെൽ ഡിറൈവ്ഡ് കെമിക്കൽ മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താണ് കെമിക്കൽ മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് എഴുതണം. അതിനുശേഷം സെൽ ഡിറൈവ്ഡ് മീഡിയേറ്റേഴ്സ് ഉണ്ട്, പ്ലാസ്മ ഡിറൈവ്ഡ് മീഡിയേറ്റേഴ്സ് ഉണ്ട് എഴുതുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഏതൊക്കെയാണ് സെൽ ഡിറൈവ്ഡ് മീഡിയേറ്റേഴ്സ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം അതിൽ ഏതെങ്കിലും ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു 4 എണ്ണം പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ ഞാൻ എല്ലാതും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 4 or 5 എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ടൈമിനനുസരിച്ച്. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ വേരിയസ് സെല്ലുലാർ അഡാപ്റ്റേഷൻസ്. ഓക്കെ, സെല്ലുലാർ അഡാപ്റ്റേഷൻസ് എന്താണ്? അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്താണ് സെല്ലുലാർ അഡാപ്റ്റേഷൻസിന്റെ ഡെഫിനിഷൻ എഴുതണം. നമുക്കറിയാം സെല്ലുലാർ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ചേഞ്ച് ഇൻ സെൽ സൈസ്, നമ്പർ, ഫീനോടൈപ്പ്, മെറ്റബോളിക് ആക്ടിവിറ്റി ഓർ ഫംഗ്ഷൻ ഇൻ റെസ്പോൺസ് ടു എൻവയോൺമെന്റൽ ചേഞ്ചസ് അല്ലേ. ഒരു സെല്ലിന് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ സെല്ലുലാർ അഡാപ്റ്റേഷൻസ് എന്ന് പറയാം, ഡിഫറെന്റ് എൻവയോൺമെന്റൽ ചേഞ്ചസിനനുസരിച്ച്. അത് എന്നാൽ അതിന്റെ ടൈപ്സ് എഴുതുക. ഏകദേശം 5 ടൈപ്സ് ഉണ്ടല്ലേ, അട്രോപ്പി, ഹൈപ്പർട്രോപ്പി, മെറ്റാപ്ലാസിയ, ഹൈപ്പർപ്ലാസിയ, ഡിസ്പ്ലാസിയ. അത് ഓരോന്നും എന്താണെന്ന് എഴുതുക. ഇവിടെ കണ്ടോ, അതിങ്ങനെ നിങ്ങൾ ഒരു ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരു നോർമൽ സെല്ല് വരയ്ക്കുക. അട്രോപ്പി എന്ന് പറയുമ്പോൾ സെല്ലിന്റെ സൈസ് കുറയുക അല്ലേ, ആ സൈസ് കുറഞ്ഞു വരയ്ക്കുക. ഹൈപ്പർട്രോഫി അതായത് സെല്ലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക. ഹൈപ്പർപ്ലാസിയ എന്ന് പറയുമ്പോൾ സെൽ നമ്പർ കൂടുക. മെറ്റാപ്ലാസിയ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് സെല്ല് മറ്റൊരു ടൈപ്പ് സെല്ലായിട്ട് മാറുക. ഡിസ്പ്ലാസിയ എന്ന് പറയുമ്പോൾ സെല്ല് ഡിസോർഡേർഡ് ആയിട്ട് ഗ്രോ ചെയ്യുക. നിങ്ങൾ ഓരോന്നും എഴുതി അതിന് ഡെഫിനിഷൻ എഴുതി, നിങ്ങൾക്ക് അതിന് എക്സാമ്പിൾ എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എക്സാമ്പിൾ എഴുതി നിങ്ങൾ ഈ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്സിൽ ഒരു 4 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ പാത്തോഫിസിയോളജി ഓഫ് ഹൈപ്പർ ടെൻഷൻ. എവിടെ ഡിസീസ് ചോദിച്ചാലും നിങ്ങൾ ആ ഡിസീസിന്റെ ഡെഫിനിഷൻ ആദ്യം എഴുതുക. ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് എഴുതുക അല്ലേ, BP കൂടുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. എന്നിട്ട് അതിന്റെ പാത്തോഫിസിയോളജി എഴുതുക. കൂടുതലായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താണ് ക്യാൻസർ എന്ന് എഴുതിയിട്ട് അതിന്റെ എത്തിയോളജിയും സിംറ്റംസ് ഒന്നും എഴുതണ്ട. ജസ്റ്റ് എന്താണ് ചോദിച്ചത് എഴുതിയാൽ മതി. പാത്തോഫിസിയോളജി എഴുതുക. അതിന്റെ മെക്കാനിസം ഉണ്ട്, ന്യൂറൽ മെക്കാനിസം ഉണ്ട്, അതുപോലെ ഡിഫക്ട്സ് ഇൻ പെരിഫറൽ ഓട്ടോ റെഗുലേറ്ററി കോമ്പൗണ്ട്സ് ഉണ്ട്, ഹോർമോൺ മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിസം ആണ്, റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്ററോൺ സിസ്റ്റം, അതുപോലെ വാസ്കുലർ എൻഡോത്തീലിയൽ മെക്കാനിസം. മാക്സിമം ഈ 4 മെക്കാനിസം എഴുതാൻ നോക്കുക. ഓക്കെ, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ പാത്തോഫിസിയോളജിയിൽ ഈ 4 മെക്കാനിസം എഴുതാൻ നോക്കുക. നിങ്ങൾക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു 3 മെക്കാനിസം പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. 4ാമത്തെ മെക്കാനിസത്തിന്റെ പേര് എഴുതിയാലും മതി. പക്ഷെ അതിന് നിങ്ങൾ ആ ഒരു 5 മാർക്സിന് ഒരു 1.5 പേജ് അല്ലെങ്കിൽ 2 പേജസ് നിങ്ങൾ എഴുതിയിരിക്കണം.
എന്നിട്ട് ഈ റാസ് മെക്കാനിസം ഒക്കെ നിങ്ങൾ ഫ്ലോ ചാർട്ട് രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ എത്തിയോളജി ആൻഡ് പാത്തോജൻസ് ഓഫ് ആസ്മ. ഇതൊരു ഡിസീസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആസ്മ എന്നുള്ളതിന്റെ ഡെഫിനേഷൻ എഴുതണം. അതിന് 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 0.5 മാർക്സ് ഉണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് അതിന്റെ എത്തിയോളജി എഴുതിയാണ്. ഈ എത്തിയോളജിക്ക് ഒരു 2.5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്തിയോളജി എന്താണെന്ന് എഴുതുക, ഓരോ എത്തിയോളജിയും ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാത്തോഫിസിയോളജി എഴുതാനാണ്. പാത്തോഫിസിയോളജി നിങ്ങൾ ചിത്രം വരയ്ക്കുക, അതേപോലെ തന്നെ നിങ്ങളൊരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ഒരു അലർജൻസ് വരുന്നു, എത്തിയോളജിക്കൽ ഏജൻസ് വരുന്നു, അവിടെ എക്സ്പോഷർ ഉണ്ടാവുന്നു, അങ്ങനെ ഓരോ ഫേസുകളുണ്ട്. ഇയർലി ഫേസ് ഉണ്ടാവും, ലേറ്റ് ഫേസ് ഉണ്ടാവും, അല്ലേ, എയർവേ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ഉണ്ടാവും, അങ്ങനെ എയർവേ റീമോഡലിംഗ് ഒക്കെ നടന്നിട്ട് ആസ്മ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളത് പ്രോപ്പറായിട്ട് ഫ്ലോ ചാർട്ട് രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഏറ്റവും നല്ലത് നിങ്ങളൊരു ഡയഗ്രാം ഒക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് അടുത്തൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ പാത്തോഫിസിയോളജി ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. അപ്പോൾ ഇത് ഡിസീസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് എഴുതണം, ഫസ്റ്റ് നിങ്ങൾ എന്താണ് ഡയബറ്റിക് മെലിറ്റസ് എന്ന് എഴുതണം. നമുക്കറിയാം ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത് ഹൈപ്പർ ഗ്ലൈസീമിക് കണ്ടീഷൻ ആണ്. നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുന്നതാണ്. എന്നിട്ട് അതിന്റെ ടൈപ്സ് എഴുതാം. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ്. ഒന്നാമത്തെയാണ് ടൈപ്പ് 1, പിന്നെ ടൈപ്പ് 2, പിന്നെ ഗെസ്റ്റേഷൻ ഡയബറ്റിക് മെലിറ്റസ് ഉണ്ട്. ഇനി ഇതിലെ പാത്തോജൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, കാരണം ടൈപ്പ് 1ന്റെ പാത്തോഫിസിയോളജി അല്ല ടൈപ്പ് 2ൽ വരുന്നത്, രണ്ടും രണ്ടാണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞത് ജനറ്റിക് ഡിസോർഡർ ആണ്, ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ പോലുള്ള ജീൻസിന് വരുന്ന പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാകുന്നതാണ്, ഇൻസുലിൻ റെസിസ്റ്റന്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോന്നും എഴുതുക, പാത്തോഫിസിയോളജി ഫ്ലോ ചാർട്ട് രൂപത്തിലോ അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുക. കാരണം ഫെയിലിയേറ്റ് ചെയ്യുന്ന ആൾ ആദ്യം നോക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്ലിനിക്കൽ പ്രസന്റേഷൻ ഓഫ് എപ്പിലെപ്സി. എപ്പിലെപ്സിന്റെ ക്ലിനിക്കൽ പ്രസന്റേഷനും ക്ലാസിഫിക്കേഷനും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആദ്യം എപ്പിലെപ്സി എന്താണെന്ന് എഴുതാം. എപ്പിലെപ്സി എന്താണെന്ന് എഴുതിയതിനു ശേഷം ഡെഫിനിഷൻ എഴുതിയതിനു ശേഷം അതിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതാം. ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സ് സീസേഴ്സ് ഉണ്ട്, ജനറലൈസ്ഡ് സീസേഴ്സ് ഉണ്ട്, അതുപോലെ പാർഷ്യൽ സീസേഴ്സ് ഉണ്ട്. രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്, പാർഷ്യൽ സീസേഴ്സും അതുപോലെ കോംപ്ലക്സ് സീസേഴ്സും. എന്നിട്ട് അതിന്റെ ഓരോന്നിലും വരുന്ന സീസേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പാർഷ്യൽ സീസേഴ്സിൽ സിമ്പിൾ പാർഷ്യൽ സീസേഴ്സ് ഉണ്ട്, കോംപ്ലക്സ് പാർഷ്യൽ സീസേഴ്സ് ഉണ്ട്. ജനറലൈസ്ഡ് സീസേഴ്സ് ആണെങ്കിൽ ആബ്സെന്റ് സീസർ ഉണ്ട്, മയോക്ലോണിക് സീസേഴ്സ് ഉണ്ട്, ടോണിക് ക്ലോണിക് സീസേഴ്സ് ഉണ്ട്, അറ്റോണിക് സീസേഴ്സ് ഉണ്ട്, ഇൻഫന്റൈൽ സ്പാസം. ഇതിനൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ തന്നെ അവിടെ ക്ലാസിഫിക്കേഷൻ കഴിയും. നെക്സ്റ്റ് വരുന്നത് ക്ലിനിക്കൽ പ്രസന്റേഷൻ ആണ്. ക്ലിനിക്കൽ പ്രസന്റേഷൻ ഇതിൽ ഓരോന്നിനും ക്ലിനിക്കൽ പ്രസന്റേഷൻ എഴുതുക. അപ്പോൾ സിമ്പിൾ പാർഷ്യൽ സീസർ ആണെങ്കിൽ നമ്മുടെ ഒക്കേഴ്സ് വിത്തൗട്ട് ഇമ്പയർമെന്റ് ഓഫ് കോൺഷ്യസ്നെസ്, അതേപോലെ തന്നെ ഇത് 2 മുതൽ 1 മിനിറ്റ് വരെയാണ് ഉണ്ടാവുക. കൺവെൻഷൻസ് ആർ കൺഫൈൻ ടു എ ഗ്രൂപ്പ് ഓഫ് മസിൽസ്, ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിന് മാത്രമേ ഉണ്ടാവുക. അങ്ങനെ ഓരോന്നിൻ്റെയും ക്ലിനിക്കൽ പ്രസന്റേഷൻസ് എഴുതുക. ഇപ്പോൾ കോംപ്ലക്സ് പാർഷ്യൽ സീസർ ആണെങ്കിൽ ഒക്കേഴ്സ് വിത്ത് ഇമ്പയർമെന്റ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് കൺഫ്യൂസ്ഡ് ബിഹേവിയർ. അങ്ങനെ ഓരോന്നിൻ്റെയും ക്ലിനിക്കൽ പ്രസന്റേഷൻസ് അതിന്റെ ഹെഡിങ് എഴുതിയിട്ട് എഴുതുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 4 to 4.5 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 5 മാർക്സിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റീഡ് ദ എത്തിയോളജി ആൻഡ് പാത്തോഫിസിയോളജി ഓഫ് പെപ്റ്റിക് അൾസർ ഡിസീസ്. അപ്പോൾ ആദ്യം എന്താണ് പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് എഴുതുക. ഇറ്റ്സ് എ കണ്ടീഷൻ വെർ ദർ ഇസ് എ ബ്രേക്ക് ഇൻ ദി എൻറ്റയർ തിക്നെസ് ഓഫ് ദി ഗ്യാസ്ട്രിക് ഓർ ഡിയോഡിനൽ മ്യൂക്കോസ, അല്ലേ. എന്നിട്ട് അതിന്റെ എത്തിയോളജി എഴുതുക. എത്തിയോളജി എന്താണെന്ന് എഴുതുക. സ്ട്രെസ് കാരണമാവും, അതുപോലെ H. pylori ഇൻഫെക്ഷൻ കാരണമാവാം, ഡ്രഗ്സ് കാരണമാവാം, ലോക്കൽ ഇറിറ്റൻസ് കാരണമാവാം. അങ്ങനെ ഓരോന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതെന്താണെന്ന് എഴുതുക. നെക്സ്റ്റ് പാത്തോഫിസിയോളജി എഴുതുക. പെപ്റ്റിക് അൾസറിന്റെ പാത്തോഫിസിയോളജി മെയിൻ ആയിട്ട് 3 മെക്കാനിസം ആണുള്ളത്. ഒന്നാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് H. pylori മെക്കാനിസം ആണ്. രണ്ടാമത്തത് NSAID മെക്കാനിസം. മൂന്നാമത്തത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ആസിഡ് ആൻഡ് പെപ്സിൻ. അത് ഓരോന്നും ഫ്ലോ ചാർട്ട് രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു 4.5 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുക 2 മാർക്സിലാണ്. കാരണം 2 മാർക്സിൽ നിങ്ങൾക്ക് ഏത് ടീച്ചറാണോ നോക്കുന്നത് ഫുൾ മാർക്കും നിങ്ങൾക്ക് ഇട്ട് തരും, നിങ്ങൾ പ്രോപ്പറായിട്ട് പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ. 2 മാർക്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്, മെൻഷൻ ദ എത്തിയോളജി ആൻഡ് ക്ലിനിക്കൽ പ്രസന്റേഷൻ ഓഫ് സിഫിലിസ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് സിഫിലിസ് എന്ന് എഴുതാം. ഓക്കെ, സിഫിലിസ് ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസോർഡർ ആണ്. എന്നിട്ട് അതിന്റെ എത്തിയോളജി, അത് ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഓർഗാനിസിന്റെ പേര് എഴുതുക, ട്രിപ്പോണിമ പെല്ലിഡ, അത് അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം അതിന്റെ ക്ലിനിക്കൽ പ്രസന്റേഷൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എഴുതുക, ക്ലിനിക്കൽ പ്രസന്റേഷൻ എഴുതുക. ക്ലിനിക്കൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ജസ്റ്റ് ഒരു 2 or 3 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എഴുതുക സമയത്തിനനുസരിച്ച്. അതുപോലെ ക്ലിനിക്കൽ പ്രസന്റേഷൻസ് എഴുതുക. നമ്മൾ മെയിൻ ആയിട്ട് സിഫിലിസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി സിഫിലിസ്, സെക്കൻഡറി സിഫിലിസ്, ടേർഷ്യറി സിഫിലിസ്. എന്നിട്ട് അതിൽ ഓരോന്നിലും വരുന്നത്, ഇപ്പോൾ പ്രൈമറി സിഫിലിസ് ആണെങ്കിൽ അവിടെ ഒരു പെയിൻഫുൾ ചാങ്കർ, അതായത് ഒരു റെഡ് ലെഷൻസ് ഫോം ചെയ്യും, അല്ലേ. പിന്നെ സെക്കൻഡറി സിഫിലിസ് ഉണ്ടാവും, ലാസ്റ്റ് ഫോമാണ് ടേർഷ്യറി സിഫിലിസ്. അത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും, ഫുൾ മാർക്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ, റീഡ് ദ എത്തിയോളജി ആൻഡ് ക്ലിനിക്കൽ പ്രസന്റേഷൻ ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഓക്കെ, UTIന്റെ
എത്തിയോളജിയും ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് UTI എന്ന് എഴുതുക, ഡെഫിനിഷൻ. വാട്ട് ഈസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് അതിന്റെ എത്തിയോളജി എഴുതുക. ഇതിനാണ് ഇവിടെ 1 മാർക്ക്, ക്ലിനിക്കൽ പ്രസന്റേഷൻ 1 മാർക്ക്. അങ്ങനെയാണ് ഇതിന്റെ ഡിവിഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എത്തിയോളജി. എത്തിയോളജി എന്ന് പറയുമ്പോൾ അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം, ഇത്രയും ഓർഗാനിസംസ് ഈ ഒരു UTI കോസ് ചെയ്യും. പിന്നെ ബിഹേവിയറൽ കോസസ് ഉണ്ട്. പിന്നെ അതിന്റെ ക്ലിനിക്കൽ പ്രസന്റേഷൻസ് എഴുതുക, ഓരോന്നും എടുത്ത് എഴുതുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് UTIs ഉണ്ട്. ലോവർ UTI ഉണ്ട്, അതേപോലെ അപ്പർ UTI ഉണ്ട്. ലോവർ യൂറിനറി ട്രാക്റ്റിൽ വരുന്നതാണ് ഡിസ്യൂറിയ, ഫ്രീക്വൻസി, യൂറിനറി ഫ്രീക്വൻസി, യൂറിനറി അർജൻസി, നൊക്ടൂറിയ, ഹെമറ്റൂറിയ ഇൻ വുമൺ, അതുപോലെ ഫീവർ ഒക്കെ. അപ്പർ യൂറിനറി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഫീവർ, അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ്, മെലൈസ് ഒക്കെ. പിന്നെ സൈൻസ് ബാക്ടീരിയൂറിയ ഉണ്ടാവും, അതായത് നമ്മുടെ യൂറിനിൽ ബാക്ടീരിയ ഉണ്ടാവും. ഓക്കെ, അതുപോലെ പസ് സെൽസ് ഒക്കെ ഉണ്ടാവും, ബ്ലഡ് സെൽസ് ഇൻ യൂറിൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇത് 2 മാർക്കിന്റെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പാത്തോജനിസ് ഓഫ് ലെപ്രോസി. ലെപ്രോസിന്റെ പാത്തോജനിസ്. ആദ്യം തന്നെ എന്താണ് ലെപ്രോസി എന്ന് എഴുതുക. ലെപ്രോസി എന്ന് പറഞ്ഞത് ഹെൻസൺ ഡിസീസ് എന്ന പേരിലും അറിയപ്പെടും. ഇതൊരു ലോങ് ടേം ഇൻഫെക്ഷൻ ആണ്, വിച്ച് ഈസ് കോസ്ഡ് ബൈ മൈക്രോബാക്ടീരിയം ലെപ്രെ. എന്നിട്ട് അതിന്റെ പാത്തോജനിസിസ് എഴുതുക. ജസ്റ്റ് എങ്ങനെയാണ് പാത്തോജനിസ് ഉണ്ടാവുന്നത്, അതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊന്നില്ലെങ്കിൽ നിങ്ങൾ ഫ്ലോ ചാർട്ട് രൂപത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയിന്റ് വൈസ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇത് മൈക്രോബാക്ടീരിയം ലെപ്രെ നമ്മുടെ മൈക്രോഫേജസ് എടുക്കും. അതിനുശേഷം നമ്മുടെ ന്യൂറോൺസിലൊക്കെ പോയിട്ട് ഷ്വാൻ സെൽസിലെ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഡീമൈലിനേഷൻ ചെയ്യും. അങ്ങനെയാണ് ഇത് വരുന്നത്. അതിന്റെ സിംറ്റംസ് ഒക്കെ ഷോ ചെയ്യും. അപ്പോൾ ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബിനൈൻ ആൻഡ് മാലിഗ്നൻ നിയോപ്ലാസം. ക്യാൻസറിൽ വരുന്ന ടോപ്പിക്കാണ്. ബിനൈൻ ട്യൂമറിനെയും മാലിഗ്നൻ ട്യൂമറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ടാബിൾ വൈസ് എഴുതാൻ നോക്കുക. ഓക്കെ, ആദ്യം ബിനൈൻ ട്യൂമർ എഴുതി, പിന്നെ മാലിഗ്നൻ ട്യൂമർ എഴുതി. ആ ഒരു ഓർഡർ നിങ്ങൾ ഏറ്റവും ബെറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ഒരു ടാബിൾ രൂപത്തിൽ എഴുതുക. ഫീച്ചേഴ്സ് എഴുതുക, ബിനൈൻ എഴുതുക, മാലിഗ്നന്റ് എഴുതുക. ആദ്യം ബിനൈൻ ട്യൂമർ എന്താ, മാലിഗ്നന്റ് ട്യൂമർ എന്താണെന്ന് എഴുതിയതിനു ശേഷം ബിനൈനിന്റെ പ്രോപ്പർട്ടീസ് എഴുതുക, അതേപോലെ മാലിഗ്നന്റ് പ്രോപ്പർട്ടീസ് എഴുതുക. ബിനൈൻ എന്ന് പറയുമ്പോൾ വളരെ സ്ലോ ഗ്രോത്ത് ഒരു കാര്യം, നോൺ ഇൻവാസീവ് കാരം, നോൺ ക്യാൻസറസ് ഒരു കാരം. മാലിഗ്നന്റ് ആകുമ്പോൾ റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യും, ഇൻവാസീവ് ആവും, മെറ്റാസ്റ്റാസിസ് ഷോ ചെയ്യും, ക്യാൻസറസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 5 to 6 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ടാബിൾ വൈസ് എഴുതാൻ നോക്കുക. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോസസ് ആൻഡ് ക്ലിനിക്കൽ പ്രസന്റേഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്താണെന്ന് എഴുതുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. അത് കോസ് ചെയ്യുന്ന ഓരോ ഓർഗാനിസത്തിൻ്റെയും പേര് എഴുതുക. അതേപോലെ ആൽക്കഹോളിക് ഇൻഡ്യൂസ്ഡ് ഉണ്ട്, ഓട്ടോമ്യൂൺ ഇൻഡ്യൂസ്ഡ് ഉണ്ട്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ ക്ലിനിക്കൽ പ്രസന്റേഷൻസ് എഴുതുക. ഇവിടെ ഹെപ്പറ്റൈറ്റിസിൻ്റെ കോസിന് 1 മാർക്കും ക്ലിനിക്കൽ പ്രസന്റേഷന് 1 മാർക്കുമാണ്. ഹെപ്പറ്റൈറ്റിസ് ചോദിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ആദ്യം എഴുതണം. ഓക്കെ, ക്ലിനിക്കൽ പ്രസന്റേഷൻ നമ്മൾ 3 ഫേസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോഡ്രോമൽ ഫേസ്, ഇക്ടറിക് ഫേസ് ആൻഡ് റിക്കവറി ഫേസ്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഔട്ട്ലൈൻ ദ പാത്തോഫിസിയോളജി ഓഫ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അതിൽ ആദ്യം എന്താണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾ ആ പാത്തോഫിസിയോളജി ഫ്ലോ ചാർട്ട് രൂപത്തിൽ എഴുതുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. ഓക്കെ, എന്താണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമ്യൂൺ ഡിസോർഡർ ആണ്, വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. നമ്മുടെ ജോയിന്റ്സ് ഒക്കെ ഇൻഫ്ലൈം ചെയ്തത് മൂലം ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. എന്നിട്ട് അതിന്റെ പാത്തോഫിസിയോളജിയുടെ ഫ്ലോ ചാർട്ട് രൂപത്തിൽ നിങ്ങൾ എഴുതാൻ നോക്കുക. നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പാത്തോഫിസിയോളജി ഓഫ് ഡിപ്രഷൻ. അപ്പോൾ എന്താണ് ഡിപ്രഷൻ എന്ന് ആദ്യം എഴുതുക. ഡിപ്രഷൻ ഒരു ലോ മൂഡ് ഡിസോർഡർ ആണ്. ഫീലിംഗ് ഓഫ് സാഡ്നെസ് ഉണ്ടാവും. ഇതൊരു നമ്മുടെ ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്, നമ്മുടെ സൈക്കോട്രിക് കണ്ടീഷനാണ്. ഇതൊരു എഫക്റ്റീവ് ഡിസോർഡർ ആണെന്ന് എഴുതുക. അതിനുശേഷം അതിൻ്റെ പാത്തോഫിസിയോളജി എഴുതുക. അവിടെ കുറച്ച് ഹൈപ്പോത്തസിസ് പറയുന്നുണ്ട്. ബയോജനിക് അമീൻ ഹൈപ്പോത്തസിസ്, അതുപോലെ 5HT നോറെപ്പിനെഫ്രിൻ ലിങ്ക്ഡ് ഹൈപ്പോത്തസിസ്, അതുപോലെ ഹോമോസിസ്റ്റീൻ ഹൈപ്പോത്തസിസ്. ഇതിലെ 3 ഹൈപ്പോത്തസിസും ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഒരു 2 പോയിന്റ്സ് വീതം എഴുതിയാൽ മതി. കാരണം 2 മാർക്സ് ആണല്ലോ. എല്ലാം അത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഹൈപ്പോത്തസിസ് എഴുതിയിട്ട് വൃത്തിയായിട്ട് എഴുതിയാലും മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 2 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, റൈറ്റ് ദ പാത്തോജനിസി ഓഫ് ഇസ്കീമിക് സ്ട്രോക്ക് ആണ്. അതിനാദ്യം നിങ്ങൾ എന്താണ് സ്ട്രോക്ക് എന്ന് എഴുതിയതിനു ശേഷം ഇസ്കീമിക് സ്ട്രോക്ക് 2 ടൈപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്ട്രോക്ക് ആണ് ഇസ്കീമിക് സ്ട്രോക്ക്, രണ്ടാമത്തെ ഹെമറേജിക് സ്ട്രോക്ക്. അതിൽ ഇസ്കീമിക് സ്ട്രോക്ക് എന്താണെന്ന് എഴുതിയതിനു ശേഷം ഇസ്കീമിക് സ്ട്രോക്ക് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. കാരണം അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഹെമറേജിക് സ്ട്രോക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇസ്കീമിക് സ്ട്രോക്കിന്റെ ഒരു പാത്തോഫിസിയോളജി എഴുതുക. ആദ്യം ഇസ്കീമിയ ഉണ്ടാവും, പിന്നെ ഹൈപ്പോക്സിയ ഉണ്ടാവും. ഹൈപ്പോക്സിയ നടന്നു കഴിഞ്ഞാൽ എയറോബിക് മെറ്റബോളിസത്തിന് പകരം അനേറോബിക് മെറ്റബോളിസം നടക്കും. അപ്പോൾ ATPന്റെ അളവ് കുറവായിരിക്കും, ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും, ആസിഡ് ബേസ് ഇംബാലൻസ് ഉണ്ടാവും, ന്യൂറോണൽ ഡാമേജ് ഉണ്ടാവും. അതുപോലെ സോഡിയം പൊട്ടാസ്യം പമ്പ് ഫെയിലിയർ ചെയ്യും. അത് Ca2+ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും, പ്രോട്ടീസ് ഉണ്ടാക്കും, ലിപ്പേസ് ഉണ്ടാക്കും. അതൊക്കെ അപ്പോപ്റ്റോസിസ് നടന്നിട്ട് ന്യൂറോണൽ ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെ ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ടാക്കും. ആ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പാത്തോഫിസിയോളജി എപ്പോൾ ചോദിച്ചാലും ഫ്ലോ ചാർട്ട് രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ എത്തിയോളജി ആൻഡ് സിംറ്റംസ് ഓഫ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ. അപ്പോൾ എന്താണ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ എന്നുള്ള ഡെഫിനേഷൻ ആദ്യം എഴുതുക. അക്യൂട്ട് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ ഇസ് എ സഡൻ പൊട്ടൻഷ്യലി സിവിയർ റിവേഴ്സിബിൾ
interruption of kidney function resulting in retention of nitrogenous waste products in the body fluid. അതായത് റിവേഴ്സിബിൾ ആയിട്ടുള്ള നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ ലോസ് ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. അത് ഈ ഒരു നൈട്രോജനസ് വേസ്റ്റ് ഒക്കെ നമ്മുടെ കിഡ്നിയിലൊക്കെ അതുപോലെ നമ്മുടെ ബോഡി ഫ്ലൂയിഡിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യാൻ കാരണമാകും. എന്നിട്ട് അതിൻ്റെ എത്തിയോളജി എഴുതുക. എത്തിയോളജി എഴുതിയതിനു ശേഷം ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എഴുതുക. എത്തിയോളജിക്ക് 1 മാർക്കാണ്, അതേപോലെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ സിംറ്റംസിന് 1 മാർക്കാണ്. അത് എഴുതി കഴിഞ്ഞാൽ തന്നെ, ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെ പോയിന്റ് വൈസ് ആക്കി എഴുതാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ എത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ. അനീമിയന്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ ആദ്യം നിങ്ങൾ എന്താണ് അനീമിയ എന്ന് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമ്മുടെ സർക്കുലേറ്റിംഗ് ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് അനീമിയ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനീമിയ ഉണ്ട്. അനീമിയന്റെ എത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിന്റെ കോഴ്സിനനുസരിച്ച് അനീമിയ ഡിഫറെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെമറേജിക് അനീമിയ ഉണ്ട്, അപ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്, ഹീമോലൈറ്റിക് അനീമിയ ഉണ്ട്, അതുപോലെ അനീമിയ ഓഫ് ക്രോണിക് ഡിസോർഡർ ഉണ്ട്. ഇതാണ് എത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും എത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ അറ്റ്ലീസ്റ്റ് എഴുതി വെക്കാൻ നോക്കുക. ബിക്കോസ് ഇതിലും ഓൾറെഡി എത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ, തലസീമിയ, ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ബെറ്റർ എത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എഴുതുക. പിന്നെ ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു മോർഫോളജി ക്ലാസിഫിക്കേഷൻ കൂടി എഴുതാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാത്തോഫിസിയോളജി 2024 ഒക്ടോബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്ന കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 10 മാർക്സിന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് ഒരു കറക്റ്റ് ഒരു ഓർഡർ ഉണ്ടാവണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, കറക്റ്റ് കണ്ടന്റ് എഴുതണം, നിങ്ങൾ ഒരു കൺക്ലൂഷനും കൂടി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് പോയിന്റ് വൈസ് ആയിട്ട് ഹെഡിങ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. 2 മാർക്സിന്റെ കണ്ടന്റ് പ്രോപ്പറായിട്ട് എഴുതുക. 2 മാർക്സിന് ഒരു ഹാഫ് പേജ് എങ്കിലും മിനിമം എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് ഒരു ഫൈനൽ ടിപ്സ് എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സാം ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ ഒരു എന്തായാലും പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് വായിച്ച് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്തിയോളജി ചോദിച്ചിട്ടുണ്ടാവും, പാത്തോഫിസിയോളജി ചോദിച്ചിട്ടുണ്ടാവും, എത്തിയോളജി ചോദിച്ചിട്ടുണ്ടാവും, സിംറ്റംസ് ചോദിച്ചിട്ടുണ്ടാവും. ചില സമയത്ത് നിങ്ങൾ എത്തിയോളജി മാത്രം എഴുതി വെക്കും, സിംറ്റംസ് നിങ്ങൾ കാണില്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ മിനിമം 3 തവണയെങ്കിലും വായിച്ച് നോക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് വരെ ടൈം എടുക്കാം, 25 മിനിറ്റ്സ് വരെ എടുക്കാം, പക്ഷേ ഒരു 20 മിനിറ്റ്സ് വരെ മാക്സിമം എടുക്കുക. അപ്പോൾ അതേപോലെ 5 മാർക്സ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് വരെ, 2 മാർക്സ് ആണെങ്കിൽ ഒരു 3 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് ടൈം എടുക്കാം. അപ്പോൾ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ഒരു 12 o'clock ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ 12:05 ഒക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം 12:30 വരെ നിങ്ങൾക്ക് എക്സാം എഴുതാമല്ലോ. ആ സമയത്തിന് ശേഷം ആ ഒരു സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കുക. പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, മാർജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ എല്ലാ പോയിന്റ് വൈസ് പ്രോപ്പറായിട്ട് എഴുതിക്കണോ നോക്കുക. അണ്ടർലൈൻ ചെയ്യുക, കീ വേർഡ്സുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. മാക്സിമം പാത്തോഫിസിയോളജിയിൽ ഡയഗ്രാംസും ഫ്ലോ ചാർട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. വളരെ നന്നായിട്ട് എല്ലാവരും എക്സാം എഴുതുക. ഓക്കെ, എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.